നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മെക്ക് FM റേഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആൻ അവതരിച്ച പുണ്യങ്ങളുടെ മാസമായ റമദാൻ ആഗതമായി. ആത്മനിയന്ത്രണവും ആത്മീയ ശുദ്ധീകരണവും സാധ്യമാക്കുന്ന പ്രധാനുഷ്ഠാനത്തിന്റെ നാളുകളിൽ റമദാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ് NEMS അധ്യാപകൻ അലവി സർ. പ്രിയ ശ്രോതാക്കളെ, പ്രപഞ്ച പരിപാലകൻ്റെ കരുണാകടാക്ഷം നമ്മളിൽ വർഷിക്കട്ടെ. റമദാൻ മാസം ഇസ്ലാമിക കലണ്ടറിലെ 9ാമത്തെ മാസമാണ്. 23 വർഷം കൊണ്ട് അവതരണം പൂർത്തിയായ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ അവതരണ ആരംഭം റമദാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് ഈ മാസം നോമ്പ് അനുഷ്ഠിക്കുന്നത്. റമദാൻ മാസം ആത്മവിശുദ്ധിയുടെയും ക്ഷമയുടെയും കരുണയുടെയും മാസമാണ്. നാം പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, ചീത്തയായ വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കുക കൂടി വേണം റമദാനിൻ്റെ നോമ്പിൻ്റെ ചൈതന്യത്തിനു വേണ്ടി. ഖുർആൻ അവതരണ മാസമായതുകൊണ്ട് ഖുർആൻ പഠനത്തിനും പാരായണത്തിനും പ്രത്യേക സമയമായി ഇതിനെ കാണുന്നു. വ്രതാനുഷ്ഠാനത്തിലൂടെ വിശപ്പും ദാഹവും നാം അനുഭവിക്കുന്നതിലൂടെ പാവങ്ങളുടെ പട്ടിണിയും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. അത് സക്കാത്തും സദക്കകളുമായി പാവങ്ങളിലേക്ക് എത്തുന്നു. ചുരുക്കത്തിൽ, റമദാൻ എന്നത് ഒരു മാസം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു പരിശീലനം കൂടിയാണ്. അതുകൊണ്ട് നാം നേടിയെടുക്കുന്ന ഈ നല്ല ഗുണങ്ങൾ, നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സംശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇനി മനോഹരമായ ഒരു മാപ്പിളപ്പാട്ടുമായി എത്തുന്നു NEMS ഗ്രേഡ് 1 വിദ്യാർത്ഥിനി ഹൗവ റിദാൽ. അൽഹംദുലില്ലാഹി ആരാധ്യനായവനേ, ഹജത്ത് തീർപ്പവനേ, ഹലാക്കുടയവനേ. അൽഹംദുലില്ലാഹി ആരാധ്യനായവനേ, ഹജത്ത് തീർപ്പവനേ, ഹലാക്കുടയവനേ. ശംസുൽ ഹുദാ മുസ്തഫ, ശറഫുൽ ബഷീർ ഹുദാ. ശംസുൽ ഹുദാ മുസ്തഫ, ശറഫുൽ ബഷീർ ഹുദാ. റൗള ഷരീഫ് കാണാൻ രാജാ തുണച്ചിടണേ. റൗള ഷരീഫ് കാണാൻ രാജാ തുണച്ചിടണേ. അൽഹംദുലില്ലാഹി ആരാധ്യനായവനേ, ഹജത്ത് തീർപ്പവനേ, ഹലാക്കുടയവനേ. ജന്നത്തിൻ സ്പർശനമായി വിനോളം ശോഭിതമായി. ജന്നത്തിൻ സ്പർശനമായി വിനോളം ശോഭിതമായി. ഹജറുൽ അസ്വിദനെ ചുംബിക്കാൻ വിധി കൂട്ടണേ. അൽഹംദുലില്ലാഹി ആരാധ്യനായവനേ, ഹജത്ത് തീർപ്പവനേ, ഹലാക്കുടയവനേ. അൽഹംദുലില്ലാഹി ആരാധ്യനായവനേ, ഹജത്ത് തീർപ്പവനേ, ഹലാക്കുടയവനേ. ഇനി നമുക്ക് മാസ് വിദ്യാർത്ഥി ഫസ മുഹമ്മദ് അവതരിപ്പിക്കുന്ന ഹദീസ് കേട്ടാലോ. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, ഒട്ടുമിക്ക ആളുകളും നോമ്പ് തുറയുടെ സമയത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ സംസാരത്തിൽ മുഴുകുന്നതായി കാണാം. അറിയുക, ഈ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ആളുകളുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. അതിൽ പ്രധാനപ്പെട്ട വിഭാഗം നോമ്പുകാരൻ. നോമ്പ് തുറക്കുന്നത് വരെയുള്ള പ്രാർത്ഥന. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിലെ എല്ലാ നന്മകളും നേടിയെടുക്കുവാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് അറബിക് സംഘഗാനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ വിദ്യാർത്ഥികൾ. അടുത്തതായി ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി ഷാമിൽ അവതരിപ്പിക്കുന്ന ലഘുപ്രഭാഷണം കേൾക്കാം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. കാടും പുഴയും മലയും മരങ്ങളും ഒക്കെ കൊണ്ട് സമ്പന്നമായത്. ജീവിക്കാൻ വേണ്ട ശുദ്ധവായുവും ശുദ്ധജലം എല്ലാം ഇവിടെയുണ്ട്. ഇത്തരത്തിൽ പല മേഖലകളിലും നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. ഓരോ നിമിഷവും പരിവർത്തനപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. NEMS മോണ്ടിസോറി വിഭാഗത്തിലെ ഹസീം അസാം അവതരിപ്പിക്കുന്ന ഒരു ഗാനം കേൾക്കാം. ഇനി നീതിയുള്ള റഹീമ എൻ്റെ നാഥന് കനിഞ്ഞ് തന്നദാനമുക്ക് ഈ റമളാന്. ഷെഹർ 10 പിന്നെ ഒന്ന് തീർത്ഥനാഥന് ചേർത്ത് വെച്ച തന്നതെല്ലാം യൂ റമളാന്. ബാബുകൾ മലർത്തി തുടങ്ങിട്ടറയാന്. നാള് 30 നിനക്ക് കരുണ തരാന്. കൊട്ടിയടച്ചങ്ങ് വെക്കും ബാബുനതാന്. നാള് 30 നിനക്ക് കരുണ തരാൻ. നീതിയുള്ള റായിമായ എൻ്റെ നാഥന് കനിഞ്ഞ് തന്നദാനമുക്ക് ഈ റമളാന്. ഷെഹർ 10 പിന്നെ ഒന്ന് തീർത്ഥനാഥന് ചേർത്ത് വെച്ച തന്നതെല്ലാം യൂ റമളാന്. ബാബുകൾ മലർത്തി തുടങ്ങിട്ടറയാന്. നാള് 30 നിനക്ക് കരുണ തരാന്. കൊട്ടിയടച്ചങ്ങ് വെക്കും ബാബുനതാന്. ഓതണം സദാ സമയം സിർഫുറക്കാന്. നീതിയുള്ള റഹീമായ എൻ്റെ നാഥന് കനിഞ്ഞ് തന്നദാനമുക്ക് ഈ റമളാന്. NEMS മോണ്ടിസോറി വിഭാഗത്തിലെ ധ്രുവ അവതരിപ്പിക്കുന്ന ഒരു ലളിതഗാനം ആവട്ടെ. ഇനി കഴിഞ്ഞു പോയ കാലം കാച്ചിനക്കരെ കഴിഞ്ഞു പോയ രാഗം കടലിലക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്ത് കരയുന്നു ഞാൻ. നിന്റെ ഓർമ്മകളിൽ എന്നെ പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാച്ചിനക്കരെ കഴിഞ്ഞു പോയ രാഗം കടലിലക്കരെ. ഓർമ്മകളെ നിന്നെ ഓർത്ത് കരയുന്നു ഞാൻ. നിന്റെ ഓർമ്മകളിൽ എന്നെ പിടയുന്നു ഞാൻ. ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ?
അന്ന് ദേവത മാച്ചൂടി തന്ന പൂമറവോ ദേവദാരു പൂത്ത കാലം നീ മറന്നുവോ അന്ന് ദേവത മാച്ചൂടി തന്ന പൂവോ ദേവദൂതുമായി വന്നൊരെന്റെ രാഗമേ ദേവലോകം എന്നെനിക്ക് നഷ്ടസ്വർഗമോ ദേവദാവുമായി വന്നൊരെന്റെ രാഗമേ ദേവലോകം എന്നെനിക്ക് നഷ്ടസ്വർഗമോ കഴിഞ്ഞു പോയ കാലം അച്ചിരക്കരെ കൊരുപോയ രാഗം കടലിരക്കരെ ഓർമ്മകളേറിറ്റയോർത്ത് കരയുന്നു ഞാൻ എന്റെ ഓർമ്മകളിൽ വീടുടൻ പിടയുന്നു ഞാൻ നന്ദി. ഇനി കേൾക്കാം ക്യാമ്പസ് വാർത്തകൾ. നമസ്കാരം. MFM ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സിമ്ര. ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്ന KG ടാലന്റ് ഫെസ്റ്റ് ഡാൻസ് കോമ്പറ്റീഷനിൽ NMS മോണ്ടിസോറി വിദ്യാർത്ഥിനി ശ്രാവണി വിജീഷ് കുമാർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിൽ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. സെൽഫി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ മുഖ്യാതിഥിയായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ മാഡം CM ഷെറീന, ട്രസ്റ്റ് മെമ്പർ NP അബ്ദുൽ ഗഫൂർ ഫാറൂഖി, ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ MP അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലെ അനധ്യാപകർക്കും ഡ്രൈവർമാർക്കും വേണ്ടി ക്വാളിറ്റി ഇൻ ആക്ഷൻ യൂണിറ്റ് ആൻഡ് പർപ്പസ് എന്ന വിഷയത്തിൽ ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. ട്രെയിനർ അസ്ലം തേനിപ്പാലം ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. എഡ്യൂക്കേറ്റിംഗ് പാരന്റ് ഓൺ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്ക് വേണ്ടി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ക്യാമ്പസിലെ ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂളിൽ ഖുർആൻ ഹിഫ്ള് പഠനത്തിനായുള്ള അഡ്മിഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫെബ്രുവരി 7-ന് മാസ് വിദ്യാർത്ഥികൾക്കായി മീറ്റ് എ പൈലറ്റ് പരിപാടി സംഘടിപ്പിച്ചു. സ്റ്റുഡൻറ് പൈലറ്റ് ഫെദിയ മുനീർ മുഖ്യാതിഥിയായിരുന്നു. ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ വാർഷിക ആഘോഷം ഖത്മുൽ ഖുർആൻ എന്ന പേരിൽ ഫെബ്രുവരി 13-ന് സംഘടിപ്പിച്ചു. മലബാർ എഡ്യൂസിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി VP അബ്ദുൽ ഖാദർ മാസ്റ്റർ, ദാറുൽ ഖുർആൻ സെക്രട്ടറി NP അബ്ദുൽ ഗഫൂർ ഫാറൂഖി, അൽഫിത്ര പ്രിൻസിപ്പൽ ആയിഷ ടീച്ചർ, അഡ്മിനിസ്ട്രേറ്റർ ഷെറീന CM, അൽഫിത്ര മാനേജ്മെൻറ്റ് സെക്രട്ടറി ശ്രീ സഫീർ എന്നിവർ സംസാരിച്ചു. റമദാൻ പ്രമാണിച്ച് സ്കൂളിൻ്റെ പ്രവൃത്തി സമയം 9:30 മുതൽ 3 മണി വരെ ക്രമീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. കൂടുതൽ പരിപാടികളുമായി വീണ്ടും വരാം. Till then, stay tuned, MFM. Now, I am Lania signing out.